നമസ്തേ ഫ്രണ്ട്സ്, വെൽക്കം ടു നളിന പൊതുവാൾ കാൺപൂർ യൂട്യൂബ് ചാനൽ. എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ഇന്ത്യ മുഴുവനും കാണുമെന്ന്. ഇൻ്റർനാഷണൽ ടൂർ എല്ലാം ഒരുമാതിരി കഴിഞ്ഞ ഒരാളാണ് ഞാൻ. ഇന്ത്യ അധികമൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഒരുപാട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകണ്ടേ. അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി, എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും എൻ്റെ കൂട്ടുകാരൊക്കെ ഇത് കാണിക്കണം. എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെ ഇത് കാണിച്ചേ പറ്റൂ. എന്താണ് ദേ ആർ മിസ്സിങ്. ഐ എം ഷുവർ മെനി ഓഫ് യു വുഡൻറ്റ് ഹാവ് സീൻ ദീസ് പ്ലേസസ്. ബിക്കോസ് ലോകോത്തരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ പറയുകയേ വേണ്ട. അതുകൊണ്ട് ഇന്നു മുതൽ വളരെ പെർഫെക്റ്റായിട്ട് നോർത്ത് ഇന്ത്യയിലെ പല വലിയ വലിയ മഹാസൗധങ്ങളും വലിയ വലിയ മന്ദിരങ്ങളും ഞാൻ കാണിക്കാൻ പോവുകയാണ്. ഓക്കെ, സോ സീ യു. ഇതാണ് ഉത്തർപ്രദേശിലെ വൃന്ദാവനത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ പ്രേം വൃന്ദാവൻ. വളരെ മനോഹരമായ കൊത്തുപണിയോടുകൂടി നിർമ്മിച്ച ഒരു ക്ഷേത്രമാണിത്. ജഗദ്ഗുരു ശ്രീ കൃപാലുജി നിർമ്മിച്ചതാണിത്. 2012 ഉദ്ഘാടനവും നടന്നു. ക്ഷേത്രം മുഴുവനും വെളുത്ത ഇറ്റാലിയൻ മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തു മനോഹരമാണ് ഓരോ കൊത്തുപണികളും കാണാൻ. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചു. പുറത്തേക്കാൾ അതിമനോഹരമായിരുന്നു അകത്തെ കാഴ്ചകളും. കൃഷ്ണന്റെയും രാധയുടെയും അലങ്കരിച്ച വിഗ്രഹങ്ങൾ കാണുമ്പോൾ മനസ്സിനും കണ്ണിനും സന്തോഷവും സമാധാനവും തോന്നി. അല്പനേരം ഭക്തരുടെ കൂടെ നിന്ന് ഹരേ കൃഷ്ണ നാമം ജപിച്ചു. പിന്നീട് കാഴ്ചകൾ കാണാൻ പുറത്തിറങ്ങി. ഭഗവാൻ ശ്രീകൃഷ്ണൻ കാളിയാമർദ്ദനം ചെയ്യുന്ന ഈ ശില്പം എന്ത് മനോഹരമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ രംഗം, കൃഷ്ണൻ തന്റെ കളിക്കൂട്ടരും പശുക്കളുമൊത്തുള്ള രംഗം, കൃഷ്ണന്റെ ലീലാവിലാസം, ഗോവർദ്ധന ലീലയുടെ ശില്പവും ഇവിടെ കാണാം. കോപിതനായ ഇന്ദ്രൻ കനത്ത മഴ പെയ്യിച്ചപ്പോൾ ചെറുവിരൽ കൊണ്ട് ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ച് തന്റെ ഗ്രാമവാസികളെയും മൃഗങ്ങളെയും രക്ഷിച്ചു എന്നതാണ് ഇതിന്റെ ഐതിഹ്യം. ഓരോ ശില്പവും ജീവനുള്ളതുപോലെ തോന്നുന്നു. അത്ര മനോഹരമായിട്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഓരോ വ്യൂവും വ്യത്യസ്തവും മനോഹരവുമാണ്. എത്ര ജനങ്ങളാണ് ഓരോ ദിവസവും ഈ മഹാമന്ദിരം കാണാൻ എത്തിച്ചേരുന്നത്. പിന്നീട് ഞങ്ങൾ ശ്രീകൃഷ്ണന്റെ ജന്മഭൂമിയായ വൃന്ദാവനിലോട്ട് പോയി. ഇവിടെയും മനോഹരമായ ഒരു ക്ഷേത്രമുണ്ട്. ഹൈ സെക്യൂരിറ്റി ആയതുകൊണ്ട് നമുക്കകത്തേക്ക് ക്യാമറ കൊണ്ടുപോകാൻ കഴിയില്ല. അവിടെ ചുറ്റിക്കണ്ട് ഞങ്ങൾ ഈവനിങ് വീണ്ടും പ്രേം മന്ദിറിലോട്ട് പോയി. രാവിലെ കണ്ടതിനേക്കാൾ അതിമനോഹരമാണ് രാത്രിയിലെ പ്രേം വൃന്ദാവൻ കാണാൻ. ചുറ്റും പല നിറത്തിലുള്ള LED ബൾബ് കൊണ്ട് അലങ്കരിച്ച് ഈ വൃന്ദാവൻ ഒരു സ്വപ്നലോകം പോലെ തോന്നുന്നു. രാത്രിയുടെ ഇരുട്ടിൽ പ്രകാശിച്ചു നിൽക്കുന്ന വൃന്ദാവനത്തിൽ അല്പസമയം ചിലവഴിച്ച് കാഴ്ചകൾ കണ്ടു മടങ്ങി.